ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് 5th സ്റ്റാൻഡേർഡിലെ 8ാമത്തെ ചാപ്റ്ററായ ഫ്രാക്ഷൻ. ഇതിലെ പേജ് നമ്പർ 93, 94 ആൻഡ് 95. കഴിഞ്ഞ പാഠഭാഗത്തിൽ നമ്മൾ ഫ്രാക്ഷനിൽ എഴുതിയിട്ടുണ്ട്. എങ്കിലും ഈ പാഠത്തിൽ എന്താണ് ഫ്രാക്ഷനെ കുറിച്ച് കൂടുതൽ വിശദമായിട്ട് പഠിക്കാൻ പോവുകയാണ്. എന്താണ് ഫ്രാക്ഷൻ? നമുക്ക് കിട്ടുന്ന ഒരു പൂർണ്ണമായിട്ടുള്ള വസ്തുവിനെ തുല്യമായിട്ടുള്ള പല ഭാഗങ്ങളായിട്ട് വിഭജിക്കുമ്പോൾ അതിലെ ഒരു ഭാഗത്തെ സൂചിപ്പിക്കുന്നതാണ് എന്ത്? ഫ്രാക്ഷൻ. അങ്ങനെ വീതിക്കുമ്പോൾ അതിനെന്തുണ്ടായിരിക്കും? ഒരു ന്യൂമറേറ്റർ ഉണ്ടായിരിക്കും, ഒരു ഡിനോമിനേറ്റർ ഉണ്ടായിരിക്കും. ഉദാഹരണത്തിന് ഒരു വസ്തു എന്താണ് നമുക്ക് കിട്ടുന്ന കേക്കാണെന്നിരിക്കട്ടെ. ആ കേക്ക് എന്ത് ചെയ്യാണ്? നമ്മൾ 2 ഭാഗങ്ങളാക്കി മാറ്റിയിട്ട് എന്ത് ചെയ്യാണ്? 2 പേർക്ക് കൊടുക്കുകയാണ്. അപ്പോൾ ഒരാൾക്ക് ഒരു പകുതി കിട്ടും, മറ്റേ ആൾക്ക് എന്ത് ചെയ്യുകയും മറ്റൊരു പകുതി കിട്ടും. അപ്പോൾ എന്താണ് നമ്മൾ ഈ പറയുന്നത്? 2 പാർട്ടായിട്ടാണ് ഭാഗിച്ചിരിക്കുന്നത്. അതിൽ ഒരാൾക്ക് കിട്ടുന്ന ഷെയറിന് എന്താണ് പറയുന്നത്? 1/2 എന്നാണ് പറയുന്നത്. അതായത് ഈ ഒരു കേക്കിനെ നമ്മൾ എന്ത് ചെയ്തു? 2 ഭാഗങ്ങളാക്കി മാറ്റിയിട്ട് ഒരു ഭാഗം എന്ത് ചെയ്തു? ഒരാൾക്ക് കൊടുത്തു. അപ്പോൾ ഒരാൾക്ക് കിട്ടുന്ന ഭാഗം എത്രയാണ്? 1/2. ഇതിനെയാണ് ഫ്രാക്ഷൻ എന്ന് പറയുന്നത്. ഇവിടെ മുകളിൽ എഴുതിയിരിക്കുന്ന സംഖ്യയെ നമ്മൾ എന്ത് പറയും? ന്യൂമറേറ്റർ എന്നാണ് പറയുന്നത്. താഴെയുള്ളതിന് എന്താണ്? ഡിനോമിനേറ്റർ എന്നാണ് പറയുന്നത്. മലയാളത്തിൽ പറയുമ്പോൾ മുകളിലുള്ളതിനെ അംശമെന്നും താഴെ വരുന്നതിനെ ഛേദമെന്നുമാണ് പറയുന്നത്. ആദ്യം കൊടുത്തിരിക്കുന്ന ഒരു കാര്യം നമുക്ക് നോക്കാം. ഇഫ് 4 കേക്ക്സ് ആർ ഡിവൈഡഡ് ബിറ്റ്വീൻ 2 പേഴ്സൺ. എന്താണ്? 4 കേക്ക് എത്ര ആൾക്കാണ്? 2 പേർക്ക് എന്ത് ചെയ്യാണ്? ഡിവൈഡ് ചെയ്യാൻ പോവുകയാണ്. അങ്ങനെയാണെങ്കിൽ ഓരോരുത്തർക്കും എത്ര കേക്ക് കിട്ടും? നമ്മൾ സാധാരണ എന്താണ് പറയുക? 4 കേക്കാണുള്ളത്, ഒരാൾക്ക് 2 കേക്ക് കിട്ടും. അങ്ങനെയല്ലേ പറയുന്നത്? നമ്മൾ അങ്ങനെയല്ല പറയേണ്ടത്. എങ്ങനെയാണ്? ഫ്രാക്ഷണൽ രൂപത്തിലാണ് അതിനെ പറയേണ്ടത്. ഫ്രാക്ഷൻ ആക്കിയിട്ടാണ് പറയേണ്ടത്. നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, വാട്ട് ഇഫ് ഇറ്റ് ഈസ് 2 കേക്ക്സ്? അതായത് 2 കേക്കാണോ? വാട്ട് ഇഫ് ദർ ഈസ് ഓൺലി 1 കേക്ക്? ഒരു കേക്ക് മാത്രമാണോ? ഈച്ച് വൺ ഗെറ്റ് ഹാഫ് എ കേക്ക്, ഈസിൻറ്റ് ഇറ്റ്? ഒരാൾ എന്താണ്? ഹാഫ് കേക്കാണ് കിട്ടുന്നത്. അതായത് 1/2 കേക്കാണ് ഒരാൾക്ക് കിട്ടുന്നത്. 4 കേക്ക് 2 പേർക്ക് ഭാഗിക്കുമ്പോൾ ഒരാൾക്ക് കിട്ടുന്നത് എത്രയാണ്? ഹാഫ് കേക്കാണ്. അതൊരു സംശയമായി അല്ലേ? 4 കേക്കുണ്ട്, 2 കേക്കാണ് ഒരാൾക്ക് കിട്ടുന്നത്. നമുക്ക് ഒന്ന് വിശദമായിട്ട് പരിശോധിക്കാം. സപ്പോസ് ഇത് എന്ത് ചെയ്യാണ്? ഇത് കേക്കാണെന്ന് കരുതട്ടെ. എത്ര കേക്കുണ്ട്? 4 കേക്ക് ഞാനിവിടെ വരയ്ക്കുകയാണ്. ചെറിയ കേക്കാണ്. 1, 2, 3, 4 4 കേക്കുണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്യാണ്? 2 ആൾക്ക് എന്ത് ചെയ്യാണ്? അത് വിഭജിച്ച് കൊടുക്കുകയാണ്. ഇതാൾ എ ആണ്, ഒരാൾ ബി ആണ്. അപ്പോൾ ഇവർക്ക് 2 പേർക്ക് എന്താണ്? വീതിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം എന്ത് ചെയ്യും? ഒരു കേക്ക് എന്ത് ചെയ്യും? എക്ക് കൊടുക്കുമ്പോൾ ബിക്ക് എന്ത് ചെയ്യും? നമ്മളൊരു കേക്ക് കൊടുക്കും. പിന്നെ രണ്ടാമതൊരു കേക്ക് എക്ക് കൊടുക്കുമ്പോൾ അവസാനമായിട്ട് വരുന്നത് ബിക്ക് കൊടുക്കും. അപ്പം നമ്മൾ നോക്കുമ്പോൾ എന്താണ്? ഒരു എക്ക് കിട്ടുന്നത് 2 കേക്കാണ്, ബിക്ക് കിട്ടുന്നത് 2 കേക്കാണ്. പക്ഷെ അങ്ങനെയല്ല. ഇവിടെ നമ്മൾ നോക്കുക, ടോട്ടൽ എത്രയാണ്? 4 കേക്കാണുള്ളത് അല്ലേ? 4 കേക്ക്സ് ആണ് ടോട്ടൽ ഉള്ളത്. അപ്പോൾ അതിൻ്റെ 2 ഒരാൾക്ക് കിട്ടുമോ എന്ന് പറഞ്ഞാൽ എന്ത്? 4ൻ്റെ പകുതിയാണ് എന്ത്? 2. ഒരാൾക്ക് കിട്ടുന്നത് എത്രയാണ്? പകുതിയാണ് ഒരാൾക്ക് കിട്ടുന്നത്. പകുതിയെ നമ്മൾ സൂചിപ്പിക്കുന്നത് എന്താണ്? 1/2 എന്നാണ് അല്ലേ? അപ്പം നമുക്ക് ഇതിപ്പോൾ 4 കേക്കിന് പകരം ഒരു കേക്കാണെന്ന് കരുതുക. ഒരു കേക്കിൻ്റെ പകുതി ഒരാൾക്ക് കിട്ടുമ്പോൾ എന്ത് ചെയ്യും? നമ്മൾ ഇവിടെ 1, 2 പാർട്ടുകളുണ്ട് അല്ലേ? 2 പാർട്ടിൽ ഒരു പാർട്ടായിരിക്കും ഒരാൾക്ക് കിട്ടുന്നത്. അപ്പോൾ 1/2 എന്ന് പറയുന്നത് ഹാഫ്, പകുതിയാണ് ഒരാൾക്ക് കിട്ടുന്നത്. അതുപോലെ തന്നെയല്ലേ ഇവിടെ 4 കേക്ക് ഉണ്ടെങ്കിലും ഒരാൾക്ക് 2 കേക്ക് കിട്ടുന്നുണ്ടെങ്കിൽ 4ൽ 2 മാത്രമേ ഒരാൾക്ക് കിട്ടുന്നുള്ളൂ. അതായത് 4ൻ്റെ പകുതിയാണ് 2. അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇവിടെ പറയുന്ന ഉത്തരം ശരിയാണ്. ദിസ് ഈസ് ഹാഫ് ഓഫ് എ കേക്ക്. 4 കേക്കിൻ്റെ പകുതിയാണ് ഒരാൾക്ക് കിട്ടുന്നത്. അടുത്തൊരു ചോദ്യം നമ്മോട് ചോദിച്ചിരിക്കുകയാണ്, വാട്ട് ഇഫ് 1 കേക്ക് ഈസ് ഡിവൈഡഡ് ഈക്വലി എമോങ് 3 പേഴ്സൺസ്? ഒരു കേക്ക് ഈക്വലായിട്ട് 3 പേർക്ക് ഡിവൈഡ് ചെയ്ത് കൊടുത്തിരുന്നാൽ എന്തായിരിക്കും അതിൻ്റെ ഫ്രാക്ഷൻ? അത് നമ്മൾ സ്വന്തമായിട്ട് കണ്ടുപിടിക്കണം. ഞാനിവിടെ എന്ത് ചെയ്യാം? ഒരു കേക്ക് വരയ്ക്കാം. കേക്ക് വരച്ചിട്ട് എന്താണ് ചെയ്യാൻ പോകുന്നത്? അതിനെ തുല്യ ഭാഗങ്ങളായിട്ടാണ് മാറ്റേണ്ടത്. അപ്പോൾ നമുക്ക് ഇതുപോലെ ഒരു കട്ട് ചെയ്യാം. അടുത്ത കട്ട് എങ്ങനെയാണ്? ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്യാം. പിന്നെ എന്ത് ചെയ്യാം? ഇതേപോലെ ഒന്ന് കട്ട് ചെയ്യാം. ശരിക്ക് എന്താണ് ഇത് വളരെ കറക്റ്റാണോ എന്നറിയില്ല. എങ്കിലും നമ്മൾ ഫ്രാക്ഷനായിട്ട് പറയുമ്പോൾ 3 ഭാഗങ്ങൾ എന്തായിരിക്കും? വളരെ കൃത്യമായിട്ട് തുല്യമായിട്ടായിരിക്കണം. എങ്കിൽ മാത്രമാണ് അത് ഫ്രാക്ഷനായിട്ട് മാറുന്നത്. ഇതെന്ത് ചെയ്യണം? ഇത് 3 പേർക്കാണ് ഭാഗിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ ആദ്യത്തെ പാർട്ട് എന്ത് ചെയ്തു? ഒരാൾക്ക് നമ്മൾ കൊടുക്കുകയാണ്. ആദ്യത്തെ ആൾക്ക് കൊടുത്തു. രണ്ടാമത്തെ പാർട്ട് എന്ത് ചെയ്തു? നമ്മൾ രണ്ടാമത്തെ ആൾക്ക് കൊടുത്തു. മൂന്നാമത്തെ പാർട്ട് മൂന്നാമത്തെ ആൾക്ക് കൊടുക്കുകയാണ്. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഒരാൾക്ക് എത്രയായിരിക്കും കിട്ടുന്നത്?
ഈ ഒരു കേക്കിൻ്റെ എത്ര ഭാഗങ്ങളുണ്ട് ഇവിടെ? 1, 2, 3. 3 ഭാഗങ്ങളാണുള്ളത്. ഇതേപോലെയുള്ള ഒരു പീസാണ് ഒരാൾക്ക് കിട്ടുന്നത് അല്ലേ? ഏതാണ്ട് ഇതേപോലെയുള്ള ഒരു പീസാണ് ഒരാൾക്ക് കിട്ടുന്നത്. അപ്പോൾ ഇതേപോലെയുള്ള എത്ര പീസുകളുണ്ട്? 3 പീസുകളുണ്ട്. 3ൽ ഒരു ഭാഗമാണ് ഒരാൾക്ക് കിട്ടുന്നത്. 1/3 എന്ന് എഴുതാം. ഇതായിരിക്കും അതിൻ്റെ ഫ്രാക്ഷൻ. ഒരാൾക്ക് കിട്ടുന്നത് 3ൽ ഒരു ഭാഗമാണ്. അങ്ങനെ ഈക്വലായിട്ട് എന്തായിരിക്കും കിട്ടും? 3 പേർക്കും 1/3 പാർട്ട് കിട്ടും. ഇത് നോക്കുകയാണ്. നൗ സപ്പോസ് 2 കേക്ക്സ് ആർ ടു ബി ഷെയർഡ് ഈക്വലി എമോങ് 3 പേഴ്സൺസ്. ഇനെന്താണ് ചെയ്യുന്നത്? 2 കേക്ക് എടുക്കുകയാണ്. ആ 2 കേക്ക് എന്ത് ചെയ്യാണ്? 3 പേർക്ക് ഡിവൈഡ് ചെയ്യുകയാണ്. എങ്കിൽ അതിൻ്റെ ഫ്രാക്ഷൻ എന്തായിരിക്കും എന്നാണ് നമ്മോട് ചോദിക്കുന്നത്. ഇവിടെ 2 കേക്ക് ഇവിടെ വരച്ചിട്ടുണ്ട്. ഒന്നാമത്തെ കേക്ക്, ഇവിടെ രണ്ടാമത്തെ കേക്ക് ഉണ്ട്. പിന്നെ എത്ര പേരുണ്ട്? 3 പേരുണ്ട് അല്ലേ? 1, 2, 3. ഈ 3 പേർക്കാണ് വീതിച്ചു കൊടുക്കുന്നത്. നമുക്ക് നോക്കാം. എങ്ങനെയാണ് കേക്ക് മുറിക്കുന്നത്? ആദ്യത്തെ കേക്ക് മുറിക്കുന്നത് ഇതേപോലെയാണ്. ഇത് ഒന്നാമത്തെ പാർട്ടായി, ഇത് രണ്ടാമത്തെ പാർട്ടായി, ഇതെന്തായി? മൂന്നാമത്തെ പാർട്ടായി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഓരോന്ന് വീതം ഓരോരുത്തർക്ക് കൊടുക്കാം. പിന്നീട് എന്താണ്? വീണ്ടും ഒരു കേക്ക് ഉണ്ട് അല്ലേ? ഒരു കേക്ക് ബാക്കിയുണ്ട്. അപ്പോൾ ഈ ബാക്കിയുള്ള കേക്കും എന്താണ്? വീണ്ടും നമ്മൾ എന്ത് ചെയ്യും? അതേപോലെ തന്നെ കട്ട് ചെയ്യും. ഇതേപോലെ തന്നെ കട്ട് ചെയ്യുകയാണ്. വീണ്ടും എന്ത് ചെയ്യും? അതിൻ്റെ ഒരു പാർട്ട് കൂടി എന്ത് ചെയ്യും? 3 പേർക്കും വേണ്ടി വീതിച്ചു കൊടുക്കും. അപ്പം ആദ്യം ഒരാൾക്ക് കിട്ടുന്ന പാട്ട് എത്രയാണ്? ഇങ്ങനെയുള്ളൊരു പാട്ടാണ് കിട്ടുന്നത് അല്ലേ? ആദ്യത്തെ പീസ് കിട്ടുന്നത് ഇങ്ങനെയാണ്. വീണ്ടും അതേപോലെ തന്നെ ഒരു പീസ് കിട്ടുന്നുണ്ട്. അപ്പോൾ 2 പീസ് കൂടെ ചേർത്ത് എത്ര കിട്ടും? ഇവിടെ 1, ഇവിടെ 2. 2 പീസാണ് ഒരാൾക്ക് കിട്ടുന്നത് അല്ലേ? 1, 2 എന്ന് എഴുതാം. സോ ഈച്ച് പേഴ്സൺ ഗെറ്റ് 2/3 ഓഫ് എ ഹോൾ കേക്ക്. അതായത് മുഴുവൻ കേക്കിൻ്റെയും 3ൽ 2 ഭാഗമാണ് ഒരാൾക്ക് കിട്ടുന്നത്. മനസ്സിലായില്ലേ? ആദ്യം നമ്മൾ എന്ത് ചെയ്തു? ഒന്നുകൂടെ ഞാൻ വിശദമാക്കി തരാം. ഒരു കേക്കാണുള്ളത്. അതിനെ എന്ത് ചെയ്തു? 3 ഭാഗങ്ങളാക്കി മാറ്റി. ഇതൊരാൾക്ക് കൊടുക്കുകയാണ്, ഇത് രണ്ടാമത്തെ ആൾക്ക് കൊടുക്കുകയാണ്, ഇത് മൂന്നാമത്തെ ആൾക്ക് കൊടുക്കുകയാണ്. അപ്പോൾ ആദ്യത്തെ ആൾക്ക് എത്രയാണ് കിട്ടുന്നത്? 3ൽ1 പീസാണ് കിട്ടുന്നത് അല്ലേ? നമുക്ക് എന്ത് എഴുതാം? 1/3 എന്ന് എഴുതാം. അതായത് ഓരോരുത്തർക്കായിട്ട് കിട്ടുന്നത് 1/3 പീസാണ്. വീണ്ടും എന്ത് ചെയ്യാണ്? അടുത്തൊരു കേക്ക് കൂടെ മുറിക്കുകയാണ്. അതിനും ഇതേപോലെ തന്നെ 3 പീസാക്കി മാറ്റുകയാണ്. ഓരോരുത്തർക്ക് വീതം വെക്കുകയാണ്. എത്രയാണ്? 1/3 വീതമാണ് ഓരോരുത്തർക്ക് കിട്ടുന്നത്. 3 പേർക്കും 1/3 കിട്ടി. ഇയാൾക്ക് എത്ര കിട്ടിയിട്ടുണ്ടാവും? ആദ്യം ഒരു 1/3 കിട്ടി. പ്ലസ് വീണ്ടും എന്ത് ചെയ്തു? 3ൽ1 പീസ് കൂടെ കിട്ടി. അപ്പോൾ ഇയാൾക്ക് എത്ര കിട്ടിയിട്ടുണ്ട്? ആകെ കിട്ടിയത് 2 പീസാണ് അല്ലേ? 3 ഭാഗങ്ങളാക്കി മാറ്റിയപ്പോൾ ആകെ കിട്ടിയത് എത്രയാണ്? 2 പീസാണ്. ഇങ്ങനെയാണ് ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. കാരണം ഇവിടെ ഇത് രണ്ടും തമ്മിൽ കൂട്ടാറില്ല. താഴെയുള്ള ഡിനോമിനേറ്റർ സെയിം ആയി വരുമ്പോൾ എന്താണ്? മുകളിലുള്ള സംഖ്യകൾ തമ്മിൽ എന്ത് ചെയ്യും? കൂട്ടാൻ കഴിയും. അങ്ങനെയാണ് ഫ്രാക്ഷനുകൾ തമ്മിൽ കൂട്ടുന്നത്. 2/6 എന്ന് എഴുതാൻ പാടില്ല. എന്താണ് എഴുതുന്നത്? 1 + 1 ഇങ്ങനെയാണ് എഴുതുന്നത്. 1 + 1 / 3. അപ്പോൾ എത്രയാണ്? 1 + 1 എത്രയാണ്? 2 ആണ് കിട്ടുന്നത്. അപ്പം നമുക്ക് എന്ത് ചെയ്യും? ഇവിടെ 2/3 എന്നാണ് കിട്ടുന്നത്. അങ്ങനെയാണ് ഒരാൾക്ക് എന്ത് ചെയ്യുന്നത്? 3 ഭാഗങ്ങളാക്കി മാറ്റി അതിൽ നിന്ന് 2 പീസ് ഒരാൾക്ക് കിട്ടുന്നതായിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. 2 പീസാണ് കിട്ടുന്നത്. ഇയാൾക്കും 2 ആണ് കിട്ടുന്നത്. മൂന്നാമത്തെ ആൾക്കും 2 ആണ് കിട്ടുന്നത്. എല്ലാവർക്കും ഇത് മനസ്സിലായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എങ്കിലും ഞാൻ ഒന്നുകൂടെ വിശദമാക്കി തരാം. നമ്മുടെ കയ്യിലുള്ള കേക്ക് എത്ര കേക്കാണ് ഉണ്ടായിരുന്നത്? 2 കേക്കാണ് ഉള്ളത് അല്ലേ? ഇത് ആദ്യത്തെ കേക്കായിട്ട് എടുക്കാം. ഇത് രണ്ടാമത്തെ കേക്കായിട്ട് എടുക്കാം. ഈ കേക്ക് നമ്മളിപ്പോൾ എന്ത് ചെയ്യേണ്ട? നമ്മൾ ഓർക്കേണ്ട. 2 കേക്കാണ് ഉള്ളത്. അപ്പോൾ 2 കേക്കാണുള്ളതെങ്കിൽ എന്ത് ചെയ്യണം? ഇവിടെ ഇതേപോലെ തന്നെയുള്ള എന്ത് ചെയ്യണം? ഒരു പീസ് കൂടെ ഉണ്ടാവണം അല്ലേ? ഇവിടെയും ഇതേപോലെ തന്നെ ഒരു പീസ് ഉണ്ടാവണം. പിന്നെ അതിനെന്താണ് ചെയ്തത്? ഇതേപോലെ എന്ത് ചെയ്തു? നമ്മൾ കട്ട് ചെയ്തു. ഇതേപോലെ കട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ എത്ര പീസ് വന്നു? 1, 2, 3. അതേപോലെ തന്നെ ഇവിടെ 1, 2, 3. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്? ആദ്യത്തെ കേക്കിൽ നിന്ന് ഇവിടെ 3 പീസാണുള്ളത്. ആ 3 പീസിൽ നിന്ന് എന്ത് ചെയ്തു? ഈ 2 പീസുകൾ എന്ത് ചെയ്യാണ്? ഇയാൾക്ക് കൊടുക്കുകയാണ്. രണ്ടാമത്തെ പീസ് നമ്മൾ കട്ട് ചെയ്തു. അതിൽ നിന്ന് 2. ഈ 2 പീസുകൾ എന്ത് ചെയ്യാണ്? രണ്ടാമത്തെ ആൾക്ക് കൊടുക്കുകയാണ്. പിന്നീട് എന്താണ്? 3 എന്ന് എഴുതിയ ഒരു പാർട്ട് കൂടെ ബാക്കി വരുന്നുണ്ട് അല്ലേ? ആ 2 പീസ് കൂടെ എന്ത് ചെയ്യാണ്? നമ്മൾ ഇങ്ങോട്ടേക്ക് മാറ്റി വയ്ക്കുകയാണ്. ഈ പീസാണ്. ഇത് 3 എന്ന് എഴുതിയ പീസാണ്. ഇതെന്താണ്? മൂന്നാമത്തെ ആൾക്ക് നമ്മൾ കൊടുക്കുകയാണ്. ഇവിടെ ടോട്ടൽ എത്ര പീസാണുള്ളത്? ഇവിടെ 3 ഭാഗങ്ങളാണുള്ളത് അല്ലേ? 2ആയി മുറിച്ച 3 ഭാഗങ്ങളാണുള്ളത്. ഇനി എന്താണ്? ഈ പീസ് നമുക്ക് എന്ത് ചെയ്യാം? നമ്മൾ കൊടുത്തത് കൊണ്ട് ഈ പീസ് എന്ത് ചെയ്യാം? നമുക്ക് റിമൂവ് ചെയ്യാം. ഇത് നമ്മൾ ഓൾറെഡി എന്ത് ചെയ്തു? മൂന്നാമത്തെ ആൾക്ക് കൊടുത്തിട്ടുണ്ട്. അതാണ് ഈ പീസ് വരുന്നത് അല്ലേ? അപ്പോൾ എന്തായി? ഇവിടെ 3 ഭാഗങ്ങളാണുള്ളത്. ആ 3 ഭാഗങ്ങൾ ഇത് ഒന്നാമത്തെ ഭാഗമാണ്,
ഇത് രണ്ടാമത്തെ ഭാഗമാണ്, ഇത് മൂന്നാമത്തെ ഭാഗമാണ്. ഒരു ഭാഗത്തിൽ എത്ര പീസുണ്ട്? 2 പീസുണ്ട്. ഈ ഭാഗത്തിൽ എത്ര പീസുണ്ട്? 2 പീസുണ്ട്. മൂന്നാമത്തേതിൽ എത്ര പീസുണ്ട്? 2 പീസുണ്ട്. 2 എണ്ണം വീതമുള്ള 3 ഭാഗങ്ങളിൽ നിന്ന് ഒരാൾക്ക് കിട്ടുന്നത് 2 പീസാണ്. 3ൽ 2 ഭാഗം ഒരാൾക്ക് കിട്ടി എന്ന് എഴുതാം. അങ്ങനെ ഓരോ ആൾക്കും 3ൽ 2 ഭാഗമാണ് കിട്ടുന്നത്. ഫ്രാക്ഷണൽ രൂപത്തിൽ അതിനെ നമ്മൾ എഴുതുന്നത് 2/3 ആണ്. അങ്ങനെയാണ് ഫ്രാക്ഷണൽ ഷെയർ ഉണ്ടാകുന്നത്. ഇപ്പം ഏകദേശം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അടുത്ത ഒരു പ്രോബ്ലം കൂടെ ചെയ്യുമ്പോൾ ഒന്നുകൂടെ വ്യക്തമാകും. നമുക്ക് 95ാമത്തെ പേജിലേക്ക് നോക്കാം. ഇവിടെ ശ്രദ്ധിച്ചോളൂ. ലെറ്റ് us look at another problem. How do we divide a 2 meter long ribbon among 3 kids? ഇവിടെ എന്താണ്? 2 മീറ്റർ നീളമുള്ള റിബൺ 3 പേർക്ക് ഭാഗിക്കുകയാണ്. നേരത്തെ നമ്മൾ ചെയ്തതുപോലെ തന്നെ 2 കേക്ക് നമ്മൾ 3 പേർക്ക് ഭാഗിച്ചു. ഇവിടെ 2 മീറ്റർ നീളമുള്ള റിബണാണ് എന്ത് ചെയ്യുന്നത്? 3 പേർക്ക് ഭാഗിക്കുന്നത്. അപ്പോൾ ആദ്യം എന്താണ് ചെയ്യുന്നത്? ഇവിടെ ശ്രദ്ധിക്കൂ. ഓരോ മീറ്ററിൻ്റെ 2 പീസാക്കി മാറ്റുകയാണ്. മുൻപെന്തായിരുന്നു ഇതിന് പകരം ഉണ്ടായിരുന്നത്? 2 കേക്കുകളാണ് ഉണ്ടായിരുന്നത്. അതിനു പകരം ഇവിടെ 2 മീറ്റർ എന്ത് ചെയ്തു? ഓരോ മീറ്ററായിട്ട് ഭാഗിച്ചു. ഒരു മീറ്ററിന് എന്ത് ചെയ്യുകയാണ്? 3 ഭാഗങ്ങളാക്കി മാറ്റുകയാണ്. ഇവിടെയുള്ള ഒരു മീറ്റർ എന്ത് ചെയ്തു? 3 ഭാഗങ്ങളാക്കി മാറ്റി. ആദ്യം ചെയ്തത് എന്താണ്? ടോട്ടൽ ഉണ്ടായിരുന്നത് എത്രയാണ്? 2 മീറ്ററാണ് ഉണ്ടായിരുന്നത്. അതിനെ എന്ത് ചെയ്തു? 2 ഭാഗങ്ങളാക്കി മാറ്റി. പിന്നീട് എന്താണ്? ഫസ്റ്റ് ഭാഗത്ത് എന്താണ് ചെയ്യുന്നത്? ഇവിടെ 3 ഭാഗങ്ങളാക്കി മാറ്റുകയാണ്. അതേപോലെ തന്നെ എന്താണ്? രണ്ടാമത്തെ ഭാഗത്തെ എന്ത് ചെയ്യുക? 3 ഭാഗങ്ങളാക്കി മാറ്റുകയാണ്. ഇനി നമുക്ക് നോക്കാം അടുത്തായിട്ട് എന്താണ് ചെയ്യുന്നതെന്ന്. പിന്നീട് എന്താണ്? ഇതിനെ 2 ഭാഗങ്ങൾ വീതം, അതായത് 2 ഭാഗമുള്ള ഒരു പാർട്ടാക്കി മാറ്റി, വീണ്ടും 2 ഭാഗമുള്ള രണ്ടാമത്തെ പാർട്ടാക്കി മാറ്റി, വീണ്ടും 2 ഭാഗങ്ങളുള്ള മൂന്നാമതൊരു പാർട്ട് കൂടെ ഉണ്ടാക്കിയെടുത്തു. ഈ ഒരു ഷെയറിനെ എന്താണ് നമ്മൾ പറയുന്നത്? 2/3 മീറ്റർ, അതായത് ടോട്ടൽ മീറ്ററിൻ്റെ എത്രയാണ്? 2/3 ഭാഗമായിട്ട് മാറും. അതായത് ഇത്രയും ഭാഗം എന്താണ്? അതായത് ആകെയുള്ളത് എത്രയാണ്? 3 പാർട്ടാണുള്ളത്. അതിൽ 2 ഭാഗമാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതേപോലെ തന്നെ ഇവിടെ എന്താണ്? 2/3 ഭാഗമാണ്. ഇവിടെയും എന്താണ്? 2/3 ഭാഗമാണ്. മനസ്സിലായില്ലേ? ഒന്നുകൂടെ മുകളിലേക്ക് നോക്കാം. ഇവിടെ നോക്കൂ. ഇവിടെയുള്ള 1, 2, 3 3 ഭാഗത്തിൽ 2 ഭാഗമാണ് ഈ വരുന്നത് അല്ലേ? അതെന്തായാലും നമുക്ക് 2/3 എന്ന് എഴുതാം. അതാണ് നമ്മളിവിടെ 2/3 എന്ന് എഴുതിയിരിക്കുന്നത് ഈ ഒരു ഭാഗത്തെ. അടുത്ത ഒരു ഭാഗത്തെ എന്താണ്? ഒരാൾക്ക് കൊടുക്കുമ്പോൾ 3ൽ 2 ഭാഗമാണ്. അതായത് 3 ഭാഗത്തിൽ 2 ഭാഗമാണ് കിട്ടുന്നത്. ഇതിനെയും 2/3 ആക്കി എഴുതാം. അവസാനം വരുന്ന പീസും എന്താണ്? 2/3 ആണ്. ടോട്ടലുള്ള മീറ്ററിൻ്റെ 3ൽ 2 ഭാഗമാണ് എന്ത് വരുന്നത്? ഒരാൾക്ക് വീതിക്കാൻ കഴിയുന്നത്. ഈ പേജിൽ അവസാനമായി കൊടുത്തിരിക്കുന്ന ഭാഗം കൂടെ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. വാട്ട് ഡിഡ് വി സീ ഇൻ ബോത്ത് ദീസ് പ്രോബ്ലംസ്? ഈ 2 പ്രോബ്ലങ്ങളിൽ നിന്നും നമുക്ക് എന്താണ് മനസ്സിലാവുന്നത്? ഡിവൈഡിങ് 1 into 3 equal parts and taking 2 of them, and dividing 2 into 3 equal parts and taking 1 of them, both are 2/3. അതായത് നമ്മുടെ കയ്യിലുള്ള ഒരു പീസ്, അതായത് ഇങ്ങനെയുള്ള ഒരു പീസ് എന്ത് ചെയ്യാണ്? നമ്മൾ 3 ഭാഗമാക്കി മാറ്റുകയാണ്. ഇതിലാണ് 1, 2, 3. എന്നിട്ട് എന്താണ്? ഈ 2 ഭാഗങ്ങൾ എന്ത് ചെയ്യാണ്? അങ്ങ് എടുക്കുകയാണ് അല്ലേ? അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ എത്രയാണ്? 3ൽ 2 ഭാഗം ഒരാൾക്ക് കിട്ടിയെന്ന് പറയാം. ശരിയല്ലേ? ഇനി എന്താണ് ചെയ്യുന്നത്? അടുത്തത് നമ്മുടെ കയ്യിൽ ഇതേപോലെയുള്ള 2 പീസ്, ഇതിനെന്താണ്? 3 ഭാഗങ്ങളാക്കി മാറ്റുകയാണ്. ഇതിനെ എന്താണ്? 3 ഭാഗങ്ങളാക്കി മാറ്റുകയാണ്. അപ്പോൾ എന്ത് ചെയ്തു? ഇങ്ങനെയുള്ള അതിൽ 2 പീസ് ഒരാൾക്ക് കൊടുത്തു, വീണ്ടും 2 പീസ് ഒരാൾക്ക് കൊടുക്കുകയാണ്, വീണ്ടും അടുത്ത 2 പീസ് ഒരാൾക്ക് കൊടുക്കുകയാണ്. അങ്ങനെ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാലും എന്താണ് വരുന്നത്? 3 പാർട്ടാക്കി മാറ്റിയതിന് ശേഷം അതിൽ ഒന്ന് എടുക്കുകയാണെങ്കിൽ അതിനും എന്താണ് പറയുന്നത്? 2/3 എന്നാണ് പറയുന്നത്. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. പേജ് നമ്പർ 96ലുള്ള ചോദ്യോത്തരങ്ങളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.